2024 മാർച്ചിലാണ് ഉക്രൈനിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരുന്നത്. 2022 ഫെബ്രുവരി 24 റഷ്യ അധിനിവേശം ആരംഭിച്ചതോടെ ഉക്രൈനിൽ പട്ടാള നിയമം പ്രഖ്യാപിക്കുകയും തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുകയുമായിരുന്നു. പട്ടാള നിയമം പ്രാബല്യത്തിലുള്ളപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്താൻ പാടില്ല എന്നതാണ് ഉക്രൈന്റെ നിയമം. പട്ടാള നിയമത്തിന് കീഴിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുന്ന വിധത്തിൽ നിയമ ഭേദഗതി നടപ്പാക്കാനുള്ള സാധ്യതയെക്കുറിച്ച് പരിശോധിക്കുവാനും നിയമനിർമ്മാതാക്കളോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് സെലൻസ്കി പറഞ്ഞു. പക്ഷേ ദിവസവും റഷ്യയിൽ നിന്നും ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നേരിടുന്ന ഉക്രൈനെ സംബന്ധിച്ച് വോട്ടെടുപ്പ് നടത്തണമെങ്കിൽ മതിയായ സുരക്ഷാ ഉറപ്പുകൾ കിട്ടണം. യൂറോപ്യൻ രാജ്യങ്ങളുമായി ചേർന്ന് US ഉക്രൈന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതേസമയം യുദ്ധത്തിൽ റഷ്യയ്ക്കാണ് മേൽക്കൈ എന്ന് ട്രംപ് അവകാശപ്പെട്ടു. ഉക്രൈൻ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നെങ്കിലും രാജ്യത്ത് ജനാധിപത്യമില്ലാത്ത ഘട്ടത്തിലാണ് അവരെത്തി നിൽക്കുന്നതെന്നും ട്രംപ് ആരോപിച്ചു. ഉക്രൈൻ വിഷയത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സംസാരം മാത്രമേ ഉള്ളൂവെന്നും പ്രവൃത്തിയിൽ അത് കാണുന്നില്ല എന്നും ട്രംപ് വിമർശിച്ചു. റഷ്യയുമായുള്ള യുദ്ധം തീർക്കാൻ ലക്ഷ്യമിട്ടുള്ള പുതിയ സമാധാന കരാർ നിർദ്ദേശം ഉക്രൈൻ ഒരു ദിവസത്തിനകം US കൈമാറുമെന്ന് സെലൻസ്കി പറഞ്ഞു. ട്രംപ് മുന്നോട്ട് വെച്ച 28 സമാധാന പദ്ധതിയുടെ ഭേദഗതി വരുത്തിയ കരട് രൂപമാകും ഇത്. റഷ്യയ്ക്ക് തങ്ങളുടെ ഭൂമി വിട്ടു നൽകേണ്ട നിയമപരമോ ധാർമ്മികവുമായ ബാധ്യത ഉക്രൈൻ ഇല്ല എന്ന് സുരക്ഷാ ഉറപ്പ് തേടിയുള്ള യൂറോപ്യൻ പര്യടനത്തിനിടെ കഴിഞ്ഞ ദിവസം സെലൻസ്കി പറഞ്ഞിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖീന ന്യൂസ്.